പത്തനംമാറ്റിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്ക് സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നവി അഭിയും കൂടെ വന്നു കയറുകയാണ്. അപ്പം നവിക്ക് മനസ്സിലാവുന്നതുകൊണ്ട് ദേവേനെ പറഞ്ഞിട്ടാണ് സാധനങ്ങളെല്ലാം അഭി വാങ്ങിക്കാൻ പോയതെന്ന്. അപ്പം നവി ചോദിക്കണം, നിനക്ക് നാണമില്ലേ? നീ ഇങ്ങനെ ഇവരുടെ ജോലിക്കാരനായിട്ട് നടക്കുന്നത്? നിൻ്റെ അമ്മയാണെങ്കിൽ വീട്ടിലെ ജോലിയെല്ലാം ചെയ്ത്, നീ ആണെങ്കിൽ പുറത്ത് ഇതേ കണക്കുള്ള ജോലിയൊക്കെ ചെയ്ത്, നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത്? നിങ്ങളൊക്കെ എന്തിനാ ഇവരെ അടിമയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അഭി ഒന്നും മിണ്ടാതിരിക്കുകയാണ്. നീ എന്നോട് കള്ളം പറഞ്ഞതായല്ലേ എന്ന് അഭി ചൂടാവുന്നുണ്ട്. അഭി എടുത്ത് നവ്യ ചൂടാവുന്നുണ്ട്. എനിക്കിപ്പം നല്ലൊരു എമൗണ്ട് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കതുകൊണ്ട് തന്നെ ഇവരാരെയും അടിമയായിട്ട് നിൽക്കേണ്ട കാര്യമില്ല. നീ എന്തിനാ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. നവ്യ അഭിയെടുത്ത് ദേഷ്യപ്പെട്ടിട്ട് അങ്ങ് കയറി പോവുകയാണ്. അപ്പം ഈ സമയത്താണെങ്കിൽ ദേവയാനി പറയാണ്, അവൾ ഇത്രയും സംസാരിച്ചിട്ട് പോയി. എൻ്റെ ഒരൊറ്റ വാക്ക് മതി അവൾ നിൻ്റെ സൈഡിൽ നിന്ന് മാറി എൻ്റെ സൈഡിൽ നിന്ന് സംസാരിക്കാൻ. അത് വേണോടാ എന്ന് ചോദിക്കുകയാണ് അഭിയെടുത്ത്. അത് വേണ്ട അമ്മായി, ഞാൻ അമ്മായി എന്താ പറയുന്നത് അതുപോലെ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എന്തിനെ എന്നെ ദ്രോഹിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഈ സാധനങ്ങളെല്ലാം അടുക്കളയിൽ കൊണ്ട് വെക്കാൻ പറയുകയാണ്. അങ്ങനെ സാധനമായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ജലജയാണെങ്കിൽ അവിടെ അടുക്കളയിൽ ജോലിയോട് ജോലി. അമ്മ അവിടെ ഫ്രണ്ടിൽ സംസാരിച്ചതെല്ലാം കേട്ടോ? ആ കേട്ട്. എനിക്ക് ചെയ്യപ്പെട്ടൊന്നുമില്ലല്ലോ, ഞാൻ എല്ലാം കേൾക്കുന്നുണ്ട്. ഇതിനെല്ലാം ഉത്തരവാദി നീ തന്നെയല്ലേ? ഇനി എങ്ങനെ നവ്യെ ഫേസ് ചെയ്യുമെന്ന് അഭിയെ ചോദിക്കുകയാണ്. നീ അങ്ങോട്ട് ചെല്ല്, എന്നായാലും അവളെ കണ്ടല്ലേ പറ്റത്തുള്ളൂ. ചോദിക്കുന്നതിനെല്ലാം കൃത്യമായ ഉത്തരവും പറ എന്ന് ജലജ പറയാണ്. നീയാണ് എന്നെ ഈ ഗതിയിൽ എത്തിച്ചത്. നീ കുറച്ച് തൈലം കൂടെ വാങ്ങിക്കാൻ എന്ത്? കയ്യും നടുവും ഒന്നും വയ്യ. ഇത്രയും പേർക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കണം. ഇവിടെ ഒരു ജോലിക്കാരി വരുന്നുണ്ടായിരുന്നു. ഇപ്പം അവരെ അങ്ങ് നിൻ്റെ അമ്മായി പറഞ്ഞു വിട്ട്. എനിക്ക് വയ്യ, നിനക്ക് വേണ്ടി ഞാൻ കിടന്ന് കഷ്ടപ്പെടുക എന്ന് ജലജ പരാതി പറയുമ്പം അഭി പറയാണ്, അമ്മ ക്ഷമിക്ക്, കുറച്ച് നാളും കൂടി ഇങ്ങനെയൊക്കെ പോട്ടെ അമ്മേ എന്നും പറഞ്ഞ് അഭി അങ്ങ് പോവുകയാണ്. ജലജ വീണ്ടും ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. സമയത്താണെങ്കിൽ നവ്യയാണെങ്കിൽ അവിടെ മുറിയിൽ നിന്ന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് അഭി ചെല്ലുകയാണ്. എന്താടാ ഞാൻ ചോദിച്ചപ്പോൾ നീ കള്ളം പറഞ്ഞത്? ഇവിടെ വന്നപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് നിങ്ങൾ അമ്മായിക്ക് സാധനം വാങ്ങിക്കാൻ പോയതാണെന്ന്. നീ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? എനിക്ക് നാണമില്ലേ ഇങ്ങനെ അവരുടെ ജോലി ചെയ്തുകൊണ്ട് നടക്കാൻ? എനിക്കിപ്പം AN ജ്വല്ലറി, ഞാൻ അവിടുത്തെ ഒരു മോഡലാണ്. ഞാൻ വിചാരിച്ച നിനക്ക് അവിടെ ഒരു ജോലി ശരിയാക്കാം, ഞാനത് സംസാരിക്കുകയും ചെയ്യും. പിന്നെ നീ എന്തിനാ ഇവരെ അടിമയായിട്ട് നടക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ഇപ്പം എൻ്റെ കയ്യിൽ ലക്ഷങ്ങളാണ് വന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ആരുടെ അടിമയായിട്ടോ അവർ പറയുന്നത് കേൾക്കേണ്ട ആവശ്യം നമുക്കില്ല. പിന്നെ നീ ഇതൊക്കെ എന്താ ഇങ്ങനെ ചെയ്യുന്നത്? നീയും നിൻ്റെ അമ്മ ഇത്രയും പാവങ്ങളാണോ? അവർ പറയുമ്പോൾ ഉടനെ ചെയ്യാൻ. അപ്പോൾ അഭിയാണെങ്കിൽ പറയാണ്, എന്തായാലും അവർ പറയുമ്പോൾ കേൾക്കാതിരിക്കാൻ പറ്റുമോ? ഇനി അങ്ങനെയൊന്നും ഉണ്ടാവാതെ ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറയാണ്. ഇവിടെ ആണെങ്കിൽ എല്ലാവരും കൂടെ മുറിയടച്ചിട്ട് നിന്ന് ചർച്ച നടത്തുന്നുണ്ടല്ലോ. അമ്മാവന്മാരും മുത്തശ്ശനും ആദർശം എല്ലാവരും കൂടെ AN ജ്വല്ലറിക്കെതിരെ. അങ്ങനൊന്നും അവരെ തകർക്കാൻ പറ്റുമെന്ന് ആരും വിചാരിക്കണ്ട. എനിക്കാണെങ്കിൽ മൂർത്തി ജ്വല്ലറിയുടെ നാശമാണ് കാണേണ്ടതെന്ന് നവ്യ പറയാണ്. പ്രത്യേകിച്ച് ആദർശം നശിക്കുന്നത്, അതാ എനിക്ക് കാണണ്ടേ എന്ന് നവ്യ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. നവ്യ അറിയുന്നില്ലല്ലോ സ്വന്തം കുഴി എന്നാ തോണ്ടുന്നതെന്ന് നവ്യയ്ക്ക് അറിയത്തില്ല. അപ്പം എന്തായാലും നീ അവരെ ഇങ്ങനെ ജോലിക്കാരനായിട്ട് നടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് നവ്യ പറയാണ്. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം, ഞാൻ ഇനി അങ്ങനെ പറ്റാതെ നോക്കിക്കോളാം എന്നൊക്കെ അഭി ഉറപ്പ് കൊടുത്തിട്ട് പോവുകയാണ്. അപ്പോഴും നവ്യ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്നാൽ നവ്യ ആലോചിക്കുന്നില്ല ഇവൻ എന്താണ് ജലജയും അഭിയും ദേവയാനിയൊക്കെ പറയുന്നത് കേൾക്കുന്നത് എന്താണെന്ന് നവ്യ ആലോചിക്കുന്നില്ല. ഈ സമയത്ത് അവന്തികയുടെ അച്ഛനും കൂടെ പുറത്ത് വെച്ച് കാണുന്നുണ്ട്. എല്ലാവരും ഞെട്ടിയിരിക്കുക വെച്ചാൽ നവ്യക്ക് ഇത്രയും വലിയൊരു എമൗണ്ട് കൊടുത്ത് മോഡലാക്കിയാണ് ഞെട്ടിയിരിക്കുകയാണ്. അങ്ങനെ തന്നെ വേണം, അവളെ നമ്മുടെ തുറുപ്പ് ചുറ്റാണ്, അവൾ നമ്മുടെ കൂടെ തന്നെ നിർത്തണമെന്ന് അവന്തികയുടെ അച്ഛൻ പറയുകയാണ്. പിന്നെ മൂർത്തി മുത്തശ്ശൻ്റെ ഹോൾഡ് അത്ര ചെറുതൊന്നുമല്ല, അതുകൊണ്ടല്ലേ ആദർശേട്ടനെ അവിടെ വെച്ച് ജയിലിലാക്കാൻ നോക്കിയിട്ട് പറ്റാത്തത്. അപ്പോൾ അവന്തികയുടെ അച്ഛൻ പറയാണ്, അങ്ങേരെ നമ്മൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല. അന്ന് ഞാൻ ആദർശിനെ ജയിലിലാക്കാൻ നോക്കിയപ്പം അതിനു മുമ്പ് അതിനെക്കുറിച്ച് അറിഞ്ഞ് അവനെ രക്ഷപ്പെടുത്തിയെടുത്തതാണ്. പിന്നെ അയാൾക്കുള്ള ഒരു കുഴപ്പം, അയാളെല്ലാം നേരായിട്ട് മാത്രമേ ചിന്തിക്കത്തുള്ളൂ, അല്ലാതെ അയാൾ വളഞ്ഞ വഴി ചിന്തിക്കത്തില്ല. അതുകൊണ്ട് സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ അന്നൊരു തെറ്റ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ കൂടെ ജലജയെ ഞാൻ വിളിച്ചായിരുന്നു. പക്ഷേ അവൾ വന്നില്ല. അവൾക്ക് അന്നൊരു കാശുള്ള ഞാനന്ന് പാപ്പരാണ്. അത് കാശുള്ള അവിടെ നിന്നാലല്ലേ കാര്യം നടക്കൂ. പാപ്പരായ എൻ്റെ കൂടെ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ജലജ വന്നില്ല. അവൾക്കെന്നും അവളുടെ കാര്യം മാത്രമേ ഉള്ളൂ. എനിക്ക് സംഭവിച്ച പോലെ മൂർത്തിക്ക് സംഭവിക്കണം. അതിന് അയാളുടെ ഏറ്റവും വലിയ ബലം ആദർശാണ്. അവനെ നശിപ്പിക്കണം, അതാ വേണ്ടുന്നത്. അങ്ങനെ ആദർശിനെ നശിപ്പിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവന്തികയും അവന്തിയുടെ അച്ഛനും. എന്നിട്ടാണെങ്കിൽ ആദർശാണെങ്കിൽ അവിടെ ബിസിനസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, എങ്ങനെ ഈ ത്തിൽ നിന്ന് കയറാം എന്നാലോചിച്ചുകൊണ്ടിരിക്കുകയാണ്
ജയനുമായിട്ട് ചേർന്ന്. അപ്പോൾ ജയൻ പറയാണ്, മുത്തശ്ശനാണെങ്കിൽ അച്ഛനാണെങ്കിൽ ഇതൊന്നും ക്ഷമിക്കുന്നതല്ല, നീ ആയതുകൊണ്ട് നിന്നോട് നേരിട്ട് പറയാതിരിക്കുകയാണ്. അച്ഛൻ്റെ ഉള്ളിൽ ഇതൊക്കെയുണ്ട്, അച്ഛൻ അങ്ങനെ പൊറുക്കുന്നതൊന്നുമല്ല. നീ എത്രയും പെട്ടെന്ന് ബിസിനസ് തിരിച്ചു പിടിക്കണം. അതിന് എന്ത് സഹായം ഉണ്ടെങ്കിലും ഞങ്ങൾ ചെയ്തു തരും. അനിയടുത്ത് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നിന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാൻ. അപ്പം എന്നിട്ട് പറയാണ്, പിന്നെ ചന്തുമോളുടെ കാര്യം, അത് നമ്മുടെ ബിസിനസ്സിനെ നല്ലോണം ബാധിച്ചിട്ടുണ്ട്. നാട്ടുകാരെല്ലാം അറിഞ്ഞിരിക്കുന്ന നീ ചന്തുമോൾ നിൻ്റെ കുഞ്ഞാണെന്നാണല്ലോ. നാട്ടുകാർ മൊത്തം അറിഞ്ഞിട്ടും അതിൻ്റെ സത്യം അവർ ഇതുവരെ വെളിപ്പെടുത്താൻ തീരുമാനിച്ചിട്ടില്ല. അത് നമ്മുടെ കസ്റ്റമർ വരുമ്പം ചിലരൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്, അത് നമ്മുടെ ബിസിനസ്സിനെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. പിന്നെ നീ ജയിലിലും കൂടെ കടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ആയിരിക്കത്തില്ല എന്ന് ജയൻ പറഞ്ഞു കൊടുക്കുവാണ് ആദർശിനോട്. അപ്പം പറയാണ്, പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ മൂർത്തി കുടുംബത്തിൻ്റെ മരുമകൾ അവിടെ മോഡലായിട്ട് പോകുന്നു, അതും നമുക്കൊരു ക്ഷീണമാണെന്ന് ആദർശ് പറയുകയാണ്. എന്തായാലും ബിസിനസ് എത്രയും പെട്ടെന്ന് പഴയ ഗതിയാക്കണം എന്ന് ആലോചനയിലാണ് അവർ. സമയത്ത് വീട്ടിലാണെങ്കിൽ അബിയും ജലജയും കൂടെ വീട്ടു ജോലിയെല്ലാം ചെയ്യാണ്, തുണിയൊക്കെ കഴുകുകയാണ്. മറ്റേ ഇത് പുറത്ത് കൊടുത്താണ് കഴിപ്പിക്കുന്നത്. ഇപ്പം നമ്മളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ തന്നെ ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി അയൺ ചെയ്യാനാണെങ്കിൽ ഒത്തിരി കൊണ്ടിട്ടേക്കുന്നത്, അത് ഇനി ഞാൻ ചെയ്യണമെന്നാണ് അബി ജലജയെടുത്ത് പറയണം. നീ ചെയ്യണോടാ, നീ തെറ്റ് ചെയ്തിട്ടല്ലേ ഇതെല്ലാം ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറയണം. പിന്നെ നിൻ്റെ മോനോട് എന്തായാലും അവർക്കൊരു സ്നേഹമുണ്ട്, അനന്തപത്മനാഭനോട്. അപ്പം അബി പറയാണ്, ആ ചന്തുമോളുടെ അത്രയും സ്നേഹം എൻ്റെ മോനോടൊന്നും ഇല്ല എന്ന് പറയണം. അത് നിൻ്റെ മോള് തന്നെയല്ലേ, പിന്നെ എന്തിനാടാ നീ ഇങ്ങനെ പറയുന്നത്, നിനക്ക് പറയാൻ പറ്റുമോ നിൻ്റെ അല്ലെന്ന്. അപ്പോൾ ജലജയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ അമ്മ എങ്ങാനും ഇങ്ങോട്ട് എണീച്ച് വരും, അസുഖം മാറി അങ്ങനെ എങ്ങാനും വന്ന് ഇവിടെ എങ്ങാനും വന്ന് കുത്തിയിരിക്കുമോ എന്ന് ജലജ ചോദിക്കുകയാണ്. അതൊന്നും സംഭവിക്കത്തില്ല, അതിന് മുമ്പ് അവളെ ഇല്ലാതാക്കുമെന്ന് അബി പറയാണ്. അപ്പോൾ ജലജ പറയാണ്, ഇനി അടുത്ത പ്രശ്നത്തിനൊന്നും പോണ്ട, ഒരു വട്ടം ജയിലിൽ കിടന്ന് ഇനി വീണ്ടും കിടക്കാനാണോ നീ തീരുമാനിച്ചേക്കുന്നത്, അതിനൊന്നും പോണ്ട. നീ ആണെങ്കിൽ ഇപ്പം ചെന്ന് ആ തുണിയൊക്കെ അയൺ ചെയ്ത് കൊടുക്കുക എന്നും പറഞ്ഞുകൊണ്ട് അബിയെ പറഞ്ഞു വിടുവാണ് ജലജ. അതുപോലെ തന്നെ അനിയും ഭയങ്കര ടെൻഷനിലാണ്. അപ്പോഴാണ് നവീൻ്റെ കോൾ വരുന്നത്. അപ്പം അനി പറയാണ്, ഓ ഇതിൻ്റെ ഇടയ്ക്ക് അവനും കൂടെ വിളിക്കുകയാണ്, ഫോൺ എടുക്കാതിരുന്ന ഇതിനൊക്കെ വലിയ പ്രശ്നവും. അങ്ങനെ ഫോൺ എടുക്കുകയാണ്. എൻ്റെ കാര്യം എന്തായെന്ന് നവീൻ ചോദിക്കുകയാണ്. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ നിനക്കറിയാമല്ലോ, ബിസിനസ്സിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ പുറയിലാണ് എല്ലാവരും വലിയ ടെൻഷനിലാണ് എന്ന് പറയാണ്. എനിക്കറിയാം, എനിക്ക് മൂർത്തി ജ്വല്ലറിൻ്റെ കുറച്ച് ഷെയറുകളുണ്ടല്ലോ, അതുകൊണ്ട് അത് മാർക്കറ്റ് താഴേക്ക് ഇടിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്, എനിക്കറിയാൻ പറ്റുന്നുണ്ടെന്ന് നവീൻ പറയാണ്. അതുകൊണ്ട് എനിക്കതൊന്നും പറയാൻ പറ്റില്ല എന്ന് അനിയും പറയുന്നുണ്ട്. എന്നാലും എത്രയും പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ പറയണം എന്ന് നവീൻ പറയുന്നുണ്ട്. ഭക്ഷണത്തിൻ്റെ ഇടയ്ക്കും നവീൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അനി പറയാണ്, ശരിയടാ എന്നും പറഞ്ഞ് ഫോൺ വെച്ച് ഇങ്ങനെ ടെൻഷനോടെ ഇരിക്കുമ്പോൾ ജയൻ വരികയാണ്. ജയൻ വന്നിട്ട് ചോദിക്കുകയാണ്, നീ എന്താ ഈ ആലോചിക്കുന്നത്, നിൻ്റെ മറ്റുള്ള ടെൻഷനൊക്കെ മാറ്റി വെച്ച് ബിസിനസ്സിന് മാത്രം ആലോചിക്കുക, ആദർശിനെ സഹായിക്കുക, ഇല്ലെങ്കിൽ നമ്മളാണെങ്കിൽ ഇതിനെയൊക്കെ വലിയ പടുകുഴിയിലേക്ക് പോകും. ഞങ്ങളും ഇപ്പം AN ജ്വല്ലറിക്കാരുടെ പുറകിലാണ്, അവരാരാണ്, എന്തുവാണ് അവരുടെ ലക്ഷ്യം എന്നൊക്കെ ഞങ്ങളും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നീ ഇതൊക്കെ ഉപേക്ഷിച്ച് ബാക്കിയുള്ള ടെൻഷനൊക്കെ ഉപേക്ഷിച്ച് ബിസിനസ്സിൽ മാത്രം ശ്രദ്ധിക്കുക. അപ്പോൾ അനി പറയാണ്, നമ്മൾ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു, പക്ഷേ നമ്മുടെ കുടുംബത്തിൽ മറ്റു പലരും AN ജ്വല്ലറിയുടെ കൂടെ നിൽക്കുന്നു, വലിയ പ്രശ്നം വെച്ചാൽ എന്ന് പറയാണ്. അപ്പം അജയൻ പറയാണ്, നമ്മുടെ കുടുംബം ഇപ്പോൾ ഒരു പൊട്ടിത്തെറിയുടെ വക്കിൽ നിൽക്കുകയാണ്, ആ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്തായാലും നീ ആദർശനെ നന്നായിട്ട് സഹായിക്കണം, ആദർശിൻ്റെ കൂടെ തന്നെ കാണണം എന്നും പറഞ്ഞ് അജയൻ അങ്ങ് പോവുകയാണ്. അപ്പം അനി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ബിസിനസ്സിനെ കുറിച്ചും അതേപോലെ നവീനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് വിശേഷം.